ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചന്മാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ സലയുടെ പാക്ക് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രീ ട്രൈ കൊടുത്ത് നോക്കി. നമ്മുടെ ഫസ്റ്റ് സ്പിന് സലയിൽ അടിച്ചു ഗൈസ്. ഇവിടെ കാണിച്ചു തരാം, വീഡിയോ വിത്ത് റിയലാക്കി കാണിച്ചു തരാം ഗൈസ്. ഓൾറെഡി നമുക്കിവിടെ ഞാൻ വിചാരിച്ചില്ല, ഓൾറെഡി നമുക്ക് സല എപ്പിക്ക് അടിക്കുന്ന പോലെ അടിച്ച് ഷോർട്ട് ടൈമിന് കളറൊന്നും കത്തിയില്ല. ബിഗ് ടൈം കാണാതെ നമ്മുടെ സല തന്നെ ഗൈസ് ഫസ്റ്റ് ട്രൈ കിട്ടി, അതും ഫ്രീ ട്രൈ. ഒരൊറ്റ പൈസ പോലും ഞാൻ ഇറക്കിയില്ല. ഫസ്റ്റ് ഫ്രീ ട്രൈ തന്നെ നമ്മുടെ സലേനെ അടിച്ചു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു ട്രിക്കാണ് മച്ചാൻ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ആ വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഓൾറെഡി കാണിച്ചു തരാം മച്ചാൻ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മച്ചാൻ. കാരണം ഈ ഒരു വീഡിയോക്ക് നമ്മളൊരു 500 ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉഷാറാക്കാൻ മച്ചാൻ. അതുപോലെ തന്നെ സബ്ബും ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഓൾറെഡി ആ ഒരു പാക്കിനുള്ളിൽ കാണിച്ചു തരാം. കോയിനും കാര്യങ്ങളൊക്കെ അതേപടി തന്നെ ഉണ്ട്. സിയോണൊക്കെ കാണിച്ചു തരാം. ഞാനത് എടുത്ത വീഡിയോ കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ സല ഓണ്ടി ഹൗസ് ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നല്ലൊരു കിടിലൻ കാർഡാണ് ഇംഗ്ലീഷ് ലീഗ് സീസൺ ബെസ്റ്റിൻ്റെ ഗൈസ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ പാക്കിനുള്ളിലേക്ക് പോയിട്ട് സലേനെ എടുക്കുന്നു. സ്റ്റാറ്റസും കാര്യങ്ങളും ഇതേപോലെ നോക്കുക. നമ്മൾ ഡിഫെൻസീവ് അവർനെസ്സും ജമ്പിങ് വീക്ക് അങ്ങനെയൊക്കെ നോക്കിയതിന് ശേഷം എഫക്റ്റ് ആൻഡ് കണ്ടീഷനിലെ ടെക്നിക്ക് ഒന്ന് നോക്കുക. അതിനുശേഷം വീണ്ടും പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. കിടിലൻ കാർഡാണ് ഗൈസ്. എന്തായാലും മച്ചാമാരെ ബിഗ് ടൈം കാർഡ് ഗൈസ്. അതിനുശേഷം നമ്മൾ എന്താ പറയുക, തൊട്ടടി വരെ പോയിട്ട് പിന്നെ മേളിൽ വരെ വരിക. അതിനുശേഷം നമ്മുടെ വിസ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. ആ ഒരു പ്ലെയറിനെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ 2 പ്രാവശ്യം എടുത്തു. അതിന് ശേഷം നമ്മൾ ഡയസിന് എടുക്കുന്നു. കുറേ പേര് ഡയസൊക്കെ കുറേ പേർക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഇതിന് മുമ്പേ. ഡയസിന് എടുത്തതിന് ശേഷം നമ്മൾ റയാൻ എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ എടുക്കുന്നു ഗൈസ്. അതിന് ശേഷം ഓർക്കസ്ട്രേറ്റർ ആണ്. ഇതാ നമ്മൾ ഇതേപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതേപടി നോക്കുന്നു. അതിനുശേഷം എഫക്റ്റ് ആൻഡ് കണ്ടീഷനും നോക്കിയതിന് ശേഷം ഡബിൾ ടച്ചും കാര്യങ്ങളും നോക്കിയതിന് ശേഷം ബാക്ക് അടിച്ചു. അതിനുശേഷം വീണ്ടും സലേനെ എടുക്കുന്നു. നമ്മൾ സ്റ്റാറ്റസും കാര്യങ്ങളും എല്ലാം നോക്കുകയാണ്. ഓൾറെഡി ഇതാ ഇവിടെ സ്പീഡ്, അതുപോലെ വീക്ക് ഫൂട്ടേജ് ഇതേപടി തന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ ഒന്നുകൂടെ നോക്കാം. ബൂസ്റ്റർ സ്ലോട്ട് നോക്കുക. വീണ്ടും നമ്മൾ അതേപോലെ സ്റ്റാറ്റസും കാര്യങ്ങളും വീണ്ടും പോകുന്നു ഗൈസ്. അതിനുശേഷം നമ്മൾ ഫുള്ള് ബാക്കോട്ട് ഇറങ്ങുക. അതിനുശേഷം നമ്മൾ ഫുള്ളായിട്ട് ബാക്കോട്ട് ഇറങ്ങിയ ശേഷം ഒന്നുകൂടെ വരിക, സലേനെ എടുക്കുക, ഇറങ്ങുക. അതിനുശേഷം സലേനെ എടുക്കുക, ഇറങ്ങി. ഇപ്പോൾ 2 പ്രാവശ്യം നമ്മൾ ആക്കിയിട്ടോ മച്ചാൻ. നിങ്ങൾ ഇതേപടി തന്നെ ചെയ്യുക. അതിന് മെഗലിനെ എടുത്തു, ഇറങ്ങി. ഓൾറെഡി നമ്മുടെ ഇതായതുകൊണ്ട് ഷോർട്ട് ടൈമും ബിഗ് ടൈമും ആയതുകൊണ്ട് നമ്മൾ 2 കാർഡുകളെ എടുത്തു. പിന്നെ റയാനെ എടുത്തു. ഇതേപടി ചെയ്തു കേട്ടോ ഗൈസ്. ആരും സ്റ്റെപ്പ് മാറിപ്പോരുത്, ഇതേപടി സ്റ്റെപ്പ് ചെയ്യുക. ഓക്കെ, ഫ്രീ ട്രൈ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് സ്പിന്നിന് പോയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫസ്റ്റ് തന്നെ നമ്മുടെ ബിഗ് ടൈമിൽ എന്താ പറയുക ഫ്രീ ട്രൈ കൊടുത്തു മച്ചാമാർ. ഓൾറെഡി ഞാൻ വിചാരിച്ചത് നമ്മുടെ പച്ച എത്തിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് വേറെ ഏതെങ്കിലും പ്ലെയർ ആയിരിക്കും, അല്ലെ നമ്മുടെ വേറെ കാർഡ്. ഓൾറെഡി നമ്മുടെ ബിഗ് ടൈം അടിച്ചു, ഷോർട്ട് ടൈം അടിച്ചുകൊണ്ട് ഞാൻ ഓൾറെഡി ഉള്ളിൽ എത്തിയപ്പോഴാണ് ഓൾറെഡി നമ്മുടെ സലയാണ് കേസ്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നിങ്ങൾ ട്രൈ നോക്കുക. ഫ്രീ ട്രൈ എന്താ പറയുക, അല്ലെങ്കിൽ 100 കോയിന് മാത്രം നിങ്ങൾ ഇട്ടാൽ മതി. അതിൽ കൂടുതൽ ആരും കോയിൻ ഇടേണ്ട, കാരണം നിങ്ങൾക്ക് അതിൽ തന്നെ കിട്ടും. അപ്പോൾ മച്ചാമാർ എന്തായാലും ഒരു കിടിലൻ ട്രിക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ട്രിക്ക് ചെയ്ത് നോക്കുക, കാരണം ഓൾറെഡി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും മച്ചാമാർ ഇന്ന് കിട്ടുന്നതായിട്ട് നമ്മുടെ ഇതിൻ്റെയൊക്കെ ഒരു സംഭവം സെറ്റാക്കുക. അതുപോലെ വേറൊരു കാർഡും ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാരെ അത് കറക്കിയവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഗൈസ് പ്ലെയറിനെ നമ്മൾ ഓൾറെഡി ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട്, റിലീസ് ഒന്നും ചെയ്ത് കളയുന്നില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഗൈസ് ചിലപ്പോൾ ലൈവ് കുറച്ച് നേരത്തെ വെക്കും. അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തായാലും സെറ്റാക്കാം. അപ്പോൾ നിങ്ങൾ വൈകുന്നേരമൊക്കെ സെറ്റാക്കാം നമുക്ക്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കുറേ ജില്ലക്കാർക്ക് ഇന്ന് അവധിയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ എത്ര കോയിൻ ഉണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.